ദാമ്പത്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വാക്ക് മാത്രമല്ല, അതൊരു യാത്രയാണ്. ഉയർച്ച താഴ്ചകളും അതുപോലെ തന്നെ സങ്കടങ്ങളും സന്തോഷങ്ങളും പരിഭവങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു യാത്ര. ആ യാത്ര എങ്ങനെ സുഖകരമാക്കാമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. നമ്മളോടൊപ്പം ഇന്നുള്ളത് കൊടുവള്ളി ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്സിലെ കൗൺസിലർ ആയിട്ടുള്ള അബ്ദുൾ ബഷീർ സാറാണ്. വെൽക്കം സർ. താങ്ക് യു. ഈ ഇപ്പൊ ഈ പറഞ്ഞത് ദാമ്പത്യത്തിൽ മാത്രമല്ല, അതെ. ഷേക്സ്പിയർ ഒരു കോട്ടിങ്സ് ഉണ്ട്. ലൈഫ് ഈസ് എ ഡ്രാമ, വേൾഡ് ഈസ് എ സ്റ്റേജ്, Yeah. ഇല്ലേ? അതെ. അപ്പോ ജീവിതത്തിന്റെ ഭാഗമാണ് ദാമ്പത്യം. അതിനെ ഏറ്റവും സന്തോഷകരമാക്കുമ്പോൾ ജീവിതവും സന്തോഷകരം. അപ്പൊ നമ്മള് ദാമ്പത്യം മാത്രം സന്തോഷാക്കാന്ന് കരുതാതെ അതെ. ജീവിതം എങ്ങനെ ജീവിതം. സന്തോഷാക്കാന്ന് കരുതി അതെ. കഴിഞ്ഞാല് നമ്മള് ജോലിയും ദാമ്പത്യവും കുടുംബജീവിതവും ഒക്കെ ഹാപ്പിനെസ് ഹാപ്പി ആവും. ആവും. മറ്റത് നമ്മള് ആകെ കുടുങ്ങിപ്പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ജീവിതത്തിന്റെ ഭാഗമാണ് അതെ. എന്ത്? ദാമ്പത്യം. ദാമ്പത്യം. അത് അങ്ങനെ ജീവിതം എങ്ങനെ സന്തോഷകരമാക്കാം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോ ദാമ്പത്യം ദാമ്പത്യവും സന്തോഷകരം. സർ, ഒരു കുടുംബജീവിതത്തില് ഭർത്താവ് സന്തോഷവാനാണോന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഒരു മനുഷ്യൻ എങ്ങനെ സന്തോഷവാനാവുക? നല്ല സന്തോഷം. ചുറ്റുപാടുകള്, അതെ, സന്തോഷമുള്ള കാര്യങ്ങൾ സാമ്പത്തികം, നടക്കുമ്പോൾ. ആരോഗ്യം, അല്ലേ? അതെ, അതെ. മനസ്സിലാക്കുന്ന, നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മളെ പാർട്ട്ണർ, അതെ, ഇല്ലേ? അതെ, അതുണ്ടെങ്കിൽ ഭർത്താവ് സന്തോഷവാനാണ്. അതെ, ആണല്ലോ. അതെ. അപ്പൊ അയാൾ എന്ത് ഉണ്ടാവും? അയാൾ ഏറ്റവും കൂടുതൽ സന്തോഷവും സമയം ചെലവഴിക്കാനൊക്കെ, ഇത് ഭർത്താവ് മാത്രമല്ല, ഭാര്യയും ഭാര്യ. ഈ സമയം ചെലവഴിക്കാനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം അവിടെയായി, അതെ. അല്ലേ? അവരെ കൂടെ ആയി. അപ്പൊ ഒരു മനുഷ്യന് സന്തോഷവാനാവണമെങ്കിൽ നല്ല ആരോഗ്യം വേണം, നല്ല ചുറ്റുപാടുകൾ വേണം, വേണം. അല്ലേ? സാമ്പത്തിക ശേഷി സാമ്പത്തിക വേണം, ശേഷി വേണം. നല്ല അടുപ്പുള്ള ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടെന്ന് കരുതുക. പക്ഷെ ജോലി ഇല്ല, അവര് ഹാപ്പി ആവുമോ? ഇല്ല. ഇല്ല. ആരോഗ്യം അവരെ ബാധിക്കൂലേ? പക്ഷെ അവർ ഒത്തുചേർന്നിട്ട് മുന്നോട്ട് എങ്ങനെ പോവാന്ന് ആലോചിക്കുമ്പോ ആ പ്രയാസങ്ങളെ മറികടക്കാൻ പറ്റും, ഹാപ്പിനെസ് ആവും. അപ്പൊ ഭർത്താവ് ഹാപ്പി ആവും, ഭാര്യ happy. ഓക്കെ ആണല്ലോ. Okay. Yes. അപ്പൊ സർ, ഭാര്യന്റെ കാര്യത്തിലാണെങ്കിലോ, ഭാര്യ സന്തോഷവതിയാണോന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഒരു സന്തോഷവതിയാണുള്ള ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ ഭാര്യയും സന്തോഷവതിയാവല്ലോ, അതെ, അല്ലേ? അതെ. ഭർത്താവ് സന്തോഷവതിയാണ്, സന്തോഷവാനാണ്, ഹാപ്പിനെസ് ഉണ്ട്, സംതൃപ്തിയാണ്. അപ്പൊ ഭാര്യ എന്തായാലും സന്തോഷവതിയായിരിക്കും, അല്ലേ? അതെ. ഇതിനെല്ലാം പരസ്പരം അറിയുകയും പരസ്പരം മനസ്സിലാക്കുകയും ഒന്നിച്ചു നിൽക്കുകയും ചെയ്യണം. എങ്ങനെ ആ വ്യക്തി എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കാം, അല്ല എനിക്ക് വേണ്ടി ഇയാൾ ഇങ്ങനെ മാറട്ടെ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവള് മാറട്ടെ എന്ന് പറയുമ്പോൾ അത് സാധ്യമാണ്. അല്ല. അതിന് പകരം കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും ഒക്കെ അവരങ്ങനെയാണ്, അതിനെ ഉൾക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, അല്ലേ? ഇനി അത് പറഞ്ഞ് മനസ്സിലാവുന്നില്ല, അവരെ കമ്മ്യൂണിക്കേഷനിൽ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന് പുറപ്പെടാതെ ഏറ്റവും നല്ലത് ഒരു പ്രൊഫഷണലിന്റെ സഹായം തേടാണ്. അതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ പലപ്പോഴും കൂട്ടുകാരോടോ ഇവരോടൊക്കെ സംസാരിക്കുന്നേക്കാൾ എത്രയോ ബെറ്റർ നമ്മൾ എന്ത് ചെയ്യുക? നല്ലൊരു ഫാമിലി കൗൺസിലറെ കാണുക. അതിനൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടല്ലോ, നമ്മളെ ഹെലൻ ഹാപ്പിനെസ് ഒക്കെ ഒരുപാട് സൗകര്യങ്ങൾ. അപ്പൊ ആ രീതിയിൽ ആവും, നന്നാവും. സർ, ഒരു ദാമ്പത്യ ബന്ധം അത് ഹെൽത്തി ആയിട്ടാണ് പോകുന്നത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? സത്യത്തിൽ പറഞ്ഞാൽ രണ്ടുപേരോടും ചോദിക്കണം, അല്ലേ? ആണല്ലോ. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പല സന്തോഷകരമായ ദാമ്പത്തിക ജീവിതവും ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ആസ് എ കൗൺസിലർ എന്നുള്ള നിലക്ക് പല കാര്യങ്ങൾ കൊണ്ടും എൻ്റെ അടുത്ത് വരാറുണ്ട്. ഉദാഹരണമായിട്ട് ചിലപ്പം കുട്ടികളെ കാര്യത്തിനാവും വന്നിട്ടുണ്ടാവുക, പക്ഷെ യഥാർത്ഥത്തിൽ പ്രോബ്ലംസ് ഹസ്ബൻഡും വൈഫും ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ചിലപ്പോൾ അത് ഫാമിലി കൗൺസിലേക്കൊക്കെ മാറാറുണ്ട്. അപ്പൊ അതേപോലെ അവരോട് സംസാരിച്ചാലേ നമുക്ക് അറിയൂ, നമ്മൾ ഉള്ളിലോട് ചോദിക്കണം. നിങ്ങൾക്ക് സുഖകരമായി ഉറങ്ങാൻ പറ്റുന്നുണ്ട്, സന്തോഷകരമായി നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടുകാരുമായി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സന്തോഷകരമായി നിങ്ങളെ പ്രൊഫഷണലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, മക്കളെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സന്തോഷകരമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ദാമ്പത്യം സന്തോഷകരമാണ്, അല്ലേ? ഇതൊന്നും സാധ്യമാവണില്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകാൻ പറ്റുമ്പോൾ വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു. അതേപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങളെ ബാധിക്കുന്നുണ്ട്, വ്യക്തിപരമായി ബാധിക്കുന്നുണ്ട്, പ്രൊഫഷണലായി ബാധിക്കുന്നുണ്ട്, കുട്ടികളെ കാര്യം നോക്കുന്നതിൽ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അതൊരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു കുടുംബമല്ലല്ലോ, അല്ലല്ലോ. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വളരെ ആഘോഷപൂർവ്വമുള്ള ജീവിതമാണെന്ന് തോന്നുന്നതെല്ലാം ചിലപ്പോൾ
സന്തോഷകരമാവണമെന്നില്ല. ആവണമെന്നില്ല. നമ്മൾ പലപ്പോൾ ഇവരെന്താ ഇങ്ങനെയെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹവും കാര്യവും ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലായി? പരസ്പരം അറിയുകയും പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യണം ചെയ്യും. ഒറ്റയടിക്കുന്ന ഒരാളെ ദാമ്പത്യം ഓക്കെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇല്ല. സർ, അതുപോലെ ബന്ധങ്ങളിലുള്ള സംസാരക്കുറവ് ആ ബന്ധത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഏത് ബന്ധത്തിനെയും സംസാരം ബാധിക്കും. അധികം സംസാരിച്ചാലും ബാധിക്കും, ഒട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിലും ബാധിക്കും, ഇല്ലേ? ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ബോസ് നിങ്ങളോട് ഒന്നും സംസാരിക്കണമെന്നില്ല, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കംഫർട്ട് ആവുക ഇല്ല. ഏത് സമയത്തും എന്താണ് എങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാലും നിങ്ങളെ ഹാപ്പി ആവില്ല, ഇല്ലേ? നമ്മളെ മൂഡ് അനുസരിച്ച് ഒക്കെ മനസ്സിലാക്കി സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ സംസാരിക്കണം, ഇതേപോലെ സംസാരിക്കണം എന്ന് അളവ് പോലൊന്നും വെക്കാനൊന്നും പാടില്ല. ഇപ്പൊ നന്നായിട്ട് സംസാരിക്കുന്ന ചില ഭാര്യമാരുണ്ടാവും, അല്ലേ? കുറച്ച് സംസാരിക്കുന്ന ഭർത്താവ് ഉണ്ടാവും. അയാളോട് സംസാരിക്കാൻ പറയാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. എന്നാലോ പിന്നെ ഒട്ടും അവരോട് ഒട്ടും മനസ്സിലാക്കാതെ സംസാരിക്കാൻ സമയം കൊടുക്കാത്തത് അവരോട് ചെയ്യുന്നതും ഒരു കഷ്ടം തന്നെയാണ്. കാരണം അവർക്ക് പിന്നെ ആരോട് സംസാരിക്കാനുണ്ടാവും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഏത് മേഖലയിലും വളരെ അത്യാവശ്യമാണ്. സംസാരിക്കുന്നതും പാട്ടുപാടുന്നതും എല്ലാം അതിൽ പെടുന്നതാണ്, ഇല്ലേ? ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ചിരുന്ന് പാട്ട് പാടിക്കൂടെ, ഇല്ലേ? പാടാം, സംസാരിക്കാം, കഥകൾ പറയാം, അനുഭവങ്ങൾ പറയാം, ഒന്നുമില്ലാതെ കണ്ണിൽ നോക്കിയിരിക്കാം. ഇതൊക്കെ സന്തോഷം തരുന്ന കാര്യമാണ്, അല്ലേ? ഒന്നിച്ചിരുന്ന് യാത്ര ചെയ്യാം. അപ്പൊ സംസാരം എന്ന് പറയുമ്പോൾ പരിഭവങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമല്ല, കുടുംബത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം, അവനവൻ്റെ പ്ലാനിങ് പറയാം, മക്കളെ കാര്യങ്ങൾ പറയാം. ഓക്കെ, അത് കൂട്ടായിട്ട് സംസാരിക്കേണ്ടത് കൂട്ടായിട്ട് സംസാരിക്കാം. എന്നാൽ എപ്പോഴും നമ്മൾ കാര്യഗൗരവമുള്ള കാര്യങ്ങളില്ലാതെ കൊച്ചു കൊച്ചു തമാശകളും കാര്യങ്ങളും എല്ലാം വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ, നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ഈ ഹാപ്പിനെസ് ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. സർ, നമ്മളൊരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? ഇതൊരു നല്ല ഒരു പ്രാധാന്യപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് പലപ്പോഴും നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഒരു ടോക്സിക് ആണ് റിലേഷൻഷിപ്പ്. ഇത് നമ്മളൊരു നെക്കിക്കൊല്ലുന്ന പോലെയാണ് ശരിക്കും, മനസ്സിലായില്ലേ? അത് മറ്റേ വശത്തുള്ള ആൾക്ക് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ചില സമയത്ത് ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കും, പിന്നെ അതേപോലെ തന്നെ അവരെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കും, ഇമോഷണലി ബുദ്ധിമുട്ടിക്കും. പക്ഷെ ഈ അപ്പുറം നിൽക്കുന്ന ആൾക്ക് അത് തിരിച്ചറിയാൻ പറ്റാതാവും. അവരെന്ത് കരുതും, ഇതെല്ലാം എൻ്റെ കുറ്റമാണോ, ഇല്ലേ? ഇതൊക്കെ എൻ്റെ കുറ്റമാണോ എന്ന് തോന്നിപ്പോവും. അതിൽ നിന്ന് റിക്കവറി ആവണമെന്ന് തോന്നുമ്പോൾ അവരാ സ്നേഹം അവരെ ഓർമ്മയിൽ വരും. ഇത് ആണ് ഒരു റിലേഷൻഷിപ്പിൽ ടോക്സിക് എന്ന് പറയാം. അത് മറ്റേ ഭാഗത്തുള്ള ആള് ഇപ്പുറമുള്ള ആളെ ഒരു ഇമോഷണലി പരിഗണന കൊടുക്കാതെ ഒരു സെൽഫ് ലവിന്റെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ആളായിരിക്കും ആ ലെവലിൽ നിൽക്കുന്ന ആൾ. ഈ ഒരു ബന്ധമാണ് ഉണ്ടാവുക. ബന്ധം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അത് വല്ലാണ്ട് പോവുകയാണെങ്കിൽ അത് കെട്ടുകയാണ് നന്നാവുക. നമ്മൾ അങ്ങനെ പറയാം. തീരുമാനം എടുക്കേണ്ടത് അവരാണ്. അത് വല്ലാതെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് ഒരു സെൽഫ് ലവിന്റെ എക്സ്ട്രീം ആയിരിക്കും അവര്. പക്ഷെ സംസാരിക്കുമ്പോഴോ മറ്റുള്ളവരോട് പറയുമ്പോഴോ എല്ലാം അവർ ഓക്കെ ആയിരിക്കും. സ്വന്തം ഇണയോട് പാർട്ട്ണറോട് അവർ സ്നേഹം കാണിക്കും, അതേപോലെ തന്നെ അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. ഇവർക്ക് തിരിച്ചറിയാതെ പറ്റും. അതൊരു അവസ്ഥയാണ്. ഇതാണ് ടോക്സിക് റിലേഷൻസ്. ഒരു ഭാഗത്തുനിന്ന് മാത്രം എല്ലാം കിട്ടുമെന്ന് കരുതുകയും മറ്റുള്ളവരൊട്ടും മനസ്സിലാക്കാതെ നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അവർക്കത് തിരിച്ചറിവ് ഉണ്ടാവില്ല അപ്പുറം നിൽക്കുന്ന ആൾക്കാർ. ഇതിന് സൈക്കോളജിക്കലായിട്ടുള്ള പല കാരണങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞാനിവിടെ പറയുന്നില്ല. നിങ്ങൾ ടോക്സിക് റിലേഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം